അതെന്തുവാ യോയോയാ കൊള്ളാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അതെ, അങ്ങനെ ദേവ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നൊരു ഹൗസ് ബോട്ട് ജേർണിക്ക് പോവുകയാണ് കേട്ടോ. എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് രണ്ടുപേരും റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പം നമ്മളിന്ന് എല്ലാവരും ഹൗസ് ബോട്ടിലാണ് പോകുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പം നമ്മൾ രാവിലെ മഴ ആയതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് പോകാമെന്ന് വെച്ചത്. അപ്പം നമ്മുടെ ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കുട്ടിപ്പട്ടാളങ്ങൾ രണ്ടുപേരും ഓട്ടോയിലേക്ക് കയറി. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലത്ത് നിന്നാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും അമ്മയും എൻ്റെ 2 മക്കളുമാണ്. അപ്പം ഞങ്ങൾ ഇത്രയുമാണ് ഓട്ടോയിൽ പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും ഡയറക്റ്റായിട്ടങ്ങ് കൊല്ലത്ത് വരികയാണ് ചെയ്യുന്നത്. അല്ല കറക്റ്റ് 10 മണിക്ക് തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. പക്ഷേ ഞങ്ങളായിരുന്നു ആദ്യം അവിടെ എത്തിയിരുന്നത്. പിന്നീടാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ വന്നതിന് ശേഷം പിന്നീട് ചേച്ചിയൊക്കെ വന്നു. പിന്നെയും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെയും ഓരോ ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ഹൗസ് ബോട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോകുന്നത്. നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ഹൗസ് ബോട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലീസിനെ കാണാനും പിന്നെ കുറേ നേരം അവരോടൊക്കെ ഇരുന്ന് സംസാരിക്കാനും സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന ഒരു നല്ലൊരു മൊമെൻ്റ് ആണല്ലോ. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ ഹൗസ് ബോട്ടിൽ 2 റൂമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ കാണുന്നതാണ് ഈ റൂം. വളരെ നല്ല നീറ്റായിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. വളരെ നീറ്റായിരുന്നു കാണാനായിട്ടൊക്കെ. ഈ കാണുന്നതാണ് 2ാമത്തെ റൂം. അതേപോലെ തന്നെയാണ് ആദ്യത്തെ റൂമിനെ പോലെ തന്നെയാണ്. എല്ലാം വളരെ നീറ്റായിട്ട് ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു. അവരുടെ സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ഇവിടെ കിച്ചണിൽ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് രാവിലത്തെ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്നുള്ളത് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ പിന്നീട് ഓരോരുത്തരായിട്ട് ഓരോ ഫാമിലീസായിട്ടൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ മാതാശ്രിത എല്ലാവരും താമസിച്ചതിന് വഴക്ക് പറയണം. ഇതാണോ നിങ്ങളുടെ 10 മണി എന്നാണ് ചോദിക്കുന്നത്. 10 മണിക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും നമ്മളൊരു 10-10:30 വീണ്ടും കുറച്ചും കൂടെ ലേറ്റായി. ഒരു 11:30 നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഒരു ഫാമിലി വരാൻ കുറച്ച് ലേറ്റായി. കാരണം അവർ ട്രിവാൻഡ്രത്ത് വരുന്നത് കൊണ്ട് അവർ ബ്ലോക്കിലൊക്കെ പെട്ടുപോയി. പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പം വരാൻ കുറച്ച് ലേറ്റായി. സുന്ദരി ചിരിച്ചേ ചിരിടോ. അടിപൊളി, സൂപ്പർ. എന്നോട് ഫോട്ടോ എടുക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചേ കൂടെ എടുത്തതാണ്.
ഏകദേശം കുറച്ച് പേരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കണ്ടപ്പോൾ കുറേ നാൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഫാമിലി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷമാകുന്ന ഒരു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കിച്ചണിൽ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഭയങ്കര ബിസി ആയിട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ചയൂണിനുള്ള ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ചീനി കുഴച്ചതും പിന്നെ അതിൻ്റെ കൂടെ കേര ചൂര മീൻ കറിയാണ്. അപ്പോൾ അതിനുള്ള മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഇങ്ങനെയൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റൂമുകളൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണല്ലോ. പിന്നെ അവരവിടെ കയറി ചാടി ഓടിച്ചാടി അവർ ഭയങ്കര ത്രിൽഡായിരുന്നു. അവർ പിന്നെ കളിയാക്കി തുടങ്ങി. അപ്പോൾ എല്ലാവരും കാണണം. മറച്ചു വെക്കട്ടെ, അല്ലാതെ പറ. ചെയ്യണം. ദേവ പറഞ്ഞേ, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടിക്കും. ഞങ്ങള് ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കും ഇല്ലേ? ഇങ്ങനെ ആക്കില്ലേ? ചമ്മന്തി ആക്കും. കുട്ടീസ് എല്ലാം അങ്ങനെ ഒരു റൂം സെറ്റാക്കി അവരവിടെ കയറി കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് പഴയ കുറേ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്ത ഓരോരോ കുർത്തക്കേടുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യായിരുന്നു. അർണവ് കുട്ടൻ്റെ ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമുക്ക് വെൽക്കം ഡ്രിങ്കാണ് കിട്ടിയത്. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതുവരെയും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇനിയും ഒരാളും കൂടെ വരാനുണ്ടല്ലോ. നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാൾ വരാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് നമുക്ക് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ ചീനി കുഴച്ചതും പിന്നെ കേര ചൂര മീൻകറിയായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 11:30 കാണും. അപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാവരും ഇരുന്ന് കഴിച്ചു. ഈ കപ്പയും മീൻകറി നമുക്കൊരു പ്രത്യേക ഒരു എന്താണ് നമ്മുടെ ഒരു വൈബ് തന്നെയാണെങ്കിൽ വേണമെങ്കിൽ പറയില്ലേ. ഇപ്പം നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ കപ്പയും മീൻകറി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആഹാ, നമ്മളെല്ലാം രണ്ടും കൂടി ഇട്ടൊക്കെ ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പക്ഷെ എല്ലാവരും എന്താ ഒരു തീറ്റ മത്സരത്തിന് അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന പോലെയാണ് കാര്യമായിട്ട് എല്ലാവരും ഞങ്ങളെല്ലാവരും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത കപ്പയും മീൻകറിയൊക്കെ അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്ത്. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ. അവരുടെ സർവീസും കാര്യങ്ങളും അവർ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫുഡ് എത്തിക്കുകയും അതേപോലെ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾക്ക് അവർ വെച്ച് തന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്തത് കൊണ്ട് പിന്നെ നമ്മൾ താഴെ നിന്ന് എല്ലാവരും മുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. പിന്നീട് ത്രൂ ഔട്ട് എല്ലാവരും മുകളിൽ തന്നെയായിരുന്നു ഇരുന്നത്. കാരണം പിന്നീട് നല്ല മഴയായിരുന്നു.
കൊല്ലത്ത് നിന്ന് മൺട്രോത്തുരുത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ അതിന് പോകുന്ന വഴിക്ക് നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് മൺട്രോത്തുരുത്താണ്. പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങും ഇറങ്ങിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് കുരിപ്പുഴ പാലമാണെന്നാണ് തോന്നുന്നത്. അപ്പം അതുവഴിയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല മഴയായിരുന്നു. കാർമേഘമൊക്കെ ഇങ്ങനെ മൂടി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് മഴയായതുകൊണ്ട് എങ്ങും ഇറങ്ങുന്നത് തന്നെ വളരെ റിസ്ക്കാണ്. അപ്പോൾ എല്ലാവരും ബോട്ടിൽ തന്നെയായിരുന്നു. ബോട്ടിലിരുന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. ഇത് ആ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലിയുടെ മീറ്റപ്പ് നടത്തിയിരുന്ന ഒരു ചെറിയൊരു റിസോർട്ട് കേട്ടോ. അല്ല, ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അറിയാവുന്നവർക്ക് പാടാം. എന്തായാലും ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം. ആർക്കാണെങ്കിലും 2 വരിയായാലും അരവരിയായാലും മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി നിൻ കൈക്കുമ്പിടിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ സ്വപ്നം സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ എൻ തെളിവേനലിൽ അങ്ങനെ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിച്ച് ഞങ്ങളങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് നല്ല മഴയുണ്ട്. മഴയൊക്കെ എങ്ങനെ ആസ്വദിച്ച് എങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഗെറ്റ് ടുഗദർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു 1ാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഷം നമ്മൾ ഇങ്ങനൊരു മീറ്റപ്പ് വെച്ചത്. ഇത് നല്ല രസമല്ലേ, ഒരു ദിവസം നമ്മളെല്ലാം മറന്ന് നമ്മുടെ സങ്കടങ്ങളും എല്ലാം മറന്ന് ഇങ്ങനെ ആടിപ്പാടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അന്താക്ഷരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറും കരിമീൻ ഫ്രൈയും പിന്നെ സാലഡും ചിക്കൻ കറിയും പിന്നീട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പപ്പടം, പരിപ്പ് കറി, മോര്, കോവയ്ക്ക മെഴുക്കുവരട്ടി, തോരൻ. പക്ഷെ വളരെ ഡിലീഷ്യസ് ആയിട്ടായിരുന്നു ഫുഡൊക്കെ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് പായസം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ കാണുന്നത് കണ്ടോ, പൈനാപ്പിളാണ്. അവർ നല്ല രീതിയിൽ കട്ട് ചെയ്തൊരു ഡിസൈൻ പോലെയൊക്കെ ആക്കി വെച്ചു. അപ്പം അതും ഉണ്ടായിരുന്നു. എനിവേ ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തുള്ള ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 3-3:30 ആയപ്പോഴത്തേക്കും നമ്മൾ മൺട്രോത്തുരുത്തെത്തി. ഈ കാണുന്നതാണ് മൺട്രോത്തുരുത്തിൻ്റെ കണ്ടൽ കാടുകളൊക്കെ. നല്ല രസമാണ്. പിന്നെ ഞാൻ കല്ലട ആയതുകൊണ്ട് മൺട്രോത്തുരുത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളല്ലാതെയും ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ അവരുടെ പ്ലാൻ പ്രകാരം നമുക്ക് മൺട്രോത്തുരുത്ത് വന്നിട്ട് അവിടുന്ന് നമുക്ക് സ്പെഷ്യൽ ബോട്ട് വഴി നമുക്ക് ആ കണ്ടൽക്കാടുകളൊക്കെ ചുറ്റി കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. കാരണം പിന്നീട് നമ്മൾ ഓൾറെഡി ചെന്നപ്പോൾ 3:30 കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും കുറേ ലേറ്റ് ആകും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോട്ടിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ മാത്രമേ കണ്ടുള്ളൂ. ഇവർ 2 പേരും എൻ്റെ കസിൻസ് ആണ് കേട്ടോ. അങ്ങനെ അവർ 2 പേരും കൂടെ നമ്മുടെ അഴകിയ രാവണിലെ നമ്മുടെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഇൻട്രോ ഉണ്ടല്ലോ, അപ്പം അതിങ്ങനെ ഇനാക്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ.
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് ഇത് അങ്ങ് ദൂരത്ത് ആറുണ്ട് അടുത്ത് അവിടെ ഒരു വീട് കാണുന്നില്ലേ, എന്ത് രസമില്ലേ, നല്ല ക്യൂട്ട് വീട്. ഇങ്ങനെയുള്ള വീടിൻ്റെ അടുത്തൊക്കെ താമസിക്കാൻ എന്തോ നല്ല പ്രത്യേക ഒരു ഇഷ്ടമില്ലേ. ഒരു സൈഡിൽ കുറച്ച് പേര് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് മേളം നടക്കുമ്പോൾ കുറച്ച് പേരിതാ ഇവിടെ ചൂണ്ടയിടാനുള്ള പരിപാടി. അവർക്ക് വേണ്ടി ചൂണ്ടയിടാനുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമുക്കറിയാം ഓടുന്ന ബോട്ടിൽ നമ്മൾ മീൻ പിടിക്കാൻ നടക്കുന്ന കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും ചിലപ്പം ബിരിയാണി കൊടുത്താലോ എന്ന് വെച്ച് എല്ലാവരും ചൂണ്ടയൊക്കെ കൊണ്ടിടാൻ വന്നത് കേട്ടോ. ചൂണ്ടയൊക്കെ ഇട്ടെങ്കിലും പക്ഷെ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലെന്ന് വേണം, കാര്യമായിട്ടെന്നല്ല, ഒന്നും കിട്ടിയില്ല. കാരണം ഇടുന്ന തീറ്റയൊക്കെ ചുമ്മാതെ അടിച്ച് പോകുമായിരുന്നു. പിന്നെ ജസ്റ്റ് ഫോർ ഫൺ എന്ന് വേണമെങ്കിൽ പറയാം. പാട്ടുമേളവും കച്ചേരിയും പിന്നെ അതേപോലെ തന്നെ ചൂണ്ടയിടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് തന്നത് ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി എന്നൊക്കെ പറയാം. പഴംപൊരിയും ചായയൊക്കെയാണ്. അപ്പം നമ്മളതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ യാത്ര ഓൾമോസ്റ്റ് ഇവിടെ തീരാറായെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മൺട്രോത്തുരുത്തിൽ നിന്നൊക്കെ തിരിച്ച് നമ്മൾ കൊല്ലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഒരേ കാഴ്ചകൾ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ ആസ്വദിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് ഏതൊരു യാത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല മൂടിക്കിടന്നായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ഏകദേശം എല്ലാം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊല്ലം എത്താറായിട്ടുണ്ട്. ഇതിപ്പോൾ കുരിപ്പുഴയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണും നല്ല മൂടിക്കിടക്കായിരുന്നു. ബോട്ടുകളൊന്നും നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു വീഡിയോ എടുത്തപ്പോൾ. പക്ഷേ ഇപ്പം നല്ല ക്ലിയറായിട്ട് അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ ക്ലിയറായി കിടക്കുകയാണ്. അപ്പം എല്ലാവരും എല്ലാവരും ഇറങ്ങാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ കൊല്ലം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓർത്തിരിക്കാൻ കുറേ നല്ല മുഹൂർത്തങ്ങൾ തന്ന നമ്മുടെ ഇന്നത്തെ ഒരു ഹൗസ് ബോട്ട് യാത്ര നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഫാമിലിയുടെ ഒരു മീറ്റപ്പ് അതിനായിട്ട് നമ്മളിനി കാത്തിരിക്കുകയാണ്. ഇനി ഒരു അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ കൊല്ലത്തെത്തി. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചച്ച ബബയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം ഓർത്തിരിക്കാൻ കുറേ നല്ല നിമിഷങ്ങളുമായിട്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നല്ല നിമിഷങ്ങൾ നൽകിയൊരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഞങ്ങളുടെ ഫാമിലി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.